പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനം 49:20. മനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യരത്രേ. ഈ വചനത്തിൽ നിന്നും കർത്താവ് നമ്മളെ പല ആത്മീയ ദൂതുകളും ആത്മീയ പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചിന്തയിൽ ചില ചിന്തകൾ, ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. മനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. എന്താണ് ദൈവിക ഭക്തതയിൽ ദൈവത്തിൻ്റെ ആ നിറവിലിരുന്ന മനുഷ്യൻ ആ നിറവിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവന് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെക്കുറിച്ച് പറയുന്നത് നശിച്ചു പോകുന്ന ഒരു മൃഗത്തിന് തുല്യനത്രേ എന്നാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. എന്താണ് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പ്രമാണം വിട്ട്, ദൈവം കൽപ്പിച്ചു വെച്ച വ്യവസ്ഥ വിട്ട് പുറകോട്ട് പോയാൽ, അവഗണിച്ചു പോയാൽ, ആ വ്യക്തിയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നതാണ് വിവേകമില്ലാത്തവൻ. നമ്മൾ വിവേകമില്ല എന്നുള്ള പല പദങ്ങളും കേട്ടിട്ടുണ്ട്. അവനൊരു വിവേകമില്ല, അവനൊരു പരിജ്ഞാനമില്ല, അവൻ്റെ വാക്കിൽ പരിജ്ഞാനമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോട് പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും വിവേകത്തോടും പരിജ്ഞാനത്തോടും സംസാരിക്കണം. പലരും പറയുന്നുണ്ടാവും, ഇവനെന്താ ഒരു മൃഗത്തിനു തുല്യനായോ, ഒരു മൃഗത്തെ പോലെ ആയോ, മൃഗസ്വഭാവം അവനിൽ എന്തുണ്ട്, ഒരു മൃഗസ്വഭാവമുണ്ട്, ഒരു ക്രൂരനാണോ, ഒരു ആദരവില്ലാത്തവനാണോ, ഒരു മനസ്സലിവില്ലാത്ത പ്രക്രിയകൾ വരുമ്പോൾ അതിനെയാണ് പറയുന്നത് മൃഗതുല്യൻ. മൃഗത്തിൻ്റെതായ ഒരു മനുഷ്യന്റെ സ്വഭാവം വേറെ, മൃഗത്തിൻ്റെ സ്വഭാവം വേറെ. ഒരു മൃഗത്തിൻ്റെ രീതിയിൽ ആ മനുഷ്യൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് വിവേകമില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്നതിന് തുല്യൻ. അപ്പോൾ മനുഷ്യൻ ഏത് പദവിയിലായിരിക്കണം? ദൈവം പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി തേജസ് ബഹുമാനം അണിഞ്ഞവനാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയിൽ ദൈവത്തിന് മാന്യതയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മൃഗത്തെ പോലെ അല്ല. നമുക്ക് വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്. ഇതൊക്കെ ഇല്ലാണ്ടാക്കുവാൻ പെട്ടെന്ന് കഴിയും. ചില ചിന്തകൾ കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് പിന്നെയും വരികയാണ്. മനുഷ്യന് വിവേകമില്ലാണ്ടാകരുത്, വിവേകമുള്ളവനായി തീരുക. എന്നെ ചിന്തിപ്പിച്ചത്, നോഹയുടെ കാലത്ത് ദൈവം നോഹയോട് ഒരു കാര്യം പറഞ്ഞു. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യുകയാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളെ ഒന്ന് തൊടുവാൻ, കർത്താവേ എനിക്ക് വിവേകമില്ലാതെ ഉണ്ടോ, എൻ്റെ ജീവിതത്തിൽ മാനുഷികമായ മൃഗത്തിനു തുല്യമായ ചില പ്രവൃത്തികളുണ്ടോ, ഞാനൊരു മൃഗമാണോ എൻ്റെ ഭവനത്തിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, എന്നാൽ ഞാൻ പരിജ്ഞാനമുള്ളവനാണോ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും എല്ലാം ഞാൻ ഒരു ദൈവിക മനുഷ്യൻ്റെതായ ഹല്ലേലൂയ. കർത്താവ് നീ ആരാകുന്നു? തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയും, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തിയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. കണ്ട,
അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് ആരാ? നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മനുഷ്യനാ. ഈ ദൈവത്തിന്റെ മനുഷ്യൻ, സങ്കീർത്തനക്കാരൻ ആരാണ്? മനത്തോടിരിക്കുന്ന മനുഷ്യൻ. കണ്ട, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നീ ദൈവത്തിന്റെ മനുഷ്യൻ. അത് വിട്ടോടി. ഏത്? പഴയുള്ളത്, മുൻപിലത്തെ. ഇടക്ക് ഞാൻ പറയുന്ന ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഉരുവിടുകയാണ്. മുമ്പിലത്തെ സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യന് ഉരിഞ്ഞു കളഞ്ഞ് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. കണ്ട, ഇതാണ് പുതുമനുഷ്യൻ. ഈ പുതുമനുഷ്യനെ നമ്മൾ ധരിക്കുവാനിടയായിട്ടുണ്ട്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവല്ലോ എന്നാ പറയുന്നത്. അത് പരീക്ഷയോടുകൂടി അഗ്നിശോധനകൾ വരുമ്പോഴും എന്തെന്താണ് നമ്മളിൽ ഇരിക്കുന്നത്? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നമ്മളിൽ ആവസിക്കുന്നുവല്ലോ. ഒരു വാക്യം കൂടി ഞാൻ പറയുകയാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുതേ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. താൻ ആരെയും പരീക്ഷിക്കപ്പെടുന്നില്ല. പരീക്ഷിക്കപ്പെടുന്നത് ഓരോരുത്തൻ സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചിട്ട് വശീകരിക്കപ്പെടുകയാകുന്നു. കണ്ട, സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചിട്ട് വശീകരിക്കപ്പെടുകയാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതേ. എല്ലാ ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ളോ അജാധാനമോ ഇല്ല. കണ്ട, അപ്പോ മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. ഈ വചനത്തിൽ തന്നെയുണ്ട് ഒരു പഴയ മനുഷ്യനും ഒരു പുതിയ മനുഷ്യൻ്റെതായ ആ ദൗത്യങ്ങളെ നമുക്കറിയാൻ കഴിയും. പരീക്ഷിക്കപ്പെടുന്ന വിഷയത്തിലാണ്. അടുത്തത് അവിടെ പറയുന്ന മനത്തോടിരിക്കുന്ന മനുഷ്യനാണ് വിവേകഹീനനായാൽ. ഈ മുന്നറിയിപ്പുകൾ പല വ്യക്തികൾക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കളഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി വന്നു ഭവിക്കുവാൻ ഇടയായിത്തീരും. നോഹയുടെ കാലത്ത് ദൈവം പറഞ്ഞു, ദാ ഞാൻ ഈ ഭൂമിയെ, ജനം വഷളായി, അവര് ദൈവത്തിൻ്റെ പ്രമാണത്തെ സാരമില്ലാത്ത രീതിയിൽ തള്ളിക്കളയുവാനിടയായിത്തീരും. വിവേകമില്ലാതെ അവര് ദൈവത്തെ തൻ്റെ പരിജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ദൈവിക പദ്ധതികളെ, ദൈവിക പ്രമാണത്തെ അവർ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ലായിരുന്നപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞ്, ഞാൻ ഈ ഭൂമത്തെ നശിപ്പിക്കാൻ പോകുന്നു വെള്ളം കൊണ്ട്. ഒരു കാലത്ത് മഴ എന്നത് അവർക്ക് അറിയാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു. മഴ പെയ്തിട്ടില്ലാത്തൊരവസ്ഥ. ഭൂമിയെ നനയ്ക്കുന്നത് ഉറവക തുറന്നായിരുന്നു. എന്നാൽ ദൈവം പറയേ, ഞാൻ മഴ കൊണ്ട് ഈ ഭൂമിയെ ജലപ്രളയാളം വരുത്തി ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേൾക്കാത്തവരും നോഹയും കണ്ടിട്ടില്ലാത്തത് കൊണ്ടും നോഹയോട് സർവശക്തനായ ദൈവം പറഞ്ഞതുകൊണ്ട് ആ വാക്ക് കേട്ട് നോഹ ഒരു പെട്ടകം പണിയാൻ പണിതു. ആ പെട്ടകത്തിൽ ഈ ഭൂലോകത്തിലെ സകല ജന്തുക്കളെയും അതിൻ്റെ അകത്ത് കയറുവാനായിട്ട് ഒരു നിയോഗം കൊടുക്കുവാൻ ഇടയായിത്തീരുന്നു. ദൈവിക നിയോഗം. കണ്ട, എന്നെ ചിന്തിപ്പിച്ചൊരൊറ്റ ചിന്തയേ ഉള്ളൂ. സകല ജന്തുക്കൾക്കും ഈ പെട്ടകത്തെ കയറുവാനുള്ള ഒരു വിവേക ബുദ്ധി, പരിജ്ഞാന ബുദ്ധി ആ ദൈവം അവർക്ക് കൊടുത്തു. അവർ ഈരണ്ടായി ആണും പെണ്ണുമായി ആ പെട്ടകത്തിൽ കയറുവാൻ ഇടയായിത്തീർന്നു. ദൈവം ആ പെട്ടകത്തിന്റെ വാതിലടച്ചു. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിന്നോട് പലവട്ടവും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ടാകും. നീ അവഗണിക്കരുത്.
മാനമില്ല മൃഗത്തിനു തുല്യമായി ദൈവിക പദ്ധതിയെ അവഗണിച്ചു പോയാൽ ന്യായവിധി വന്നു ചേരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. കർത്താവിന് മഹത്വം. റീഭാരകസ്തന അഢാമനകസ്തുതി. ദൈവകൃപയാവരിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, യഹോവ ആ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. നമ്മുടെ ജീവിതത്തിലും വാതിലുകൾ അടയപ്പെടും. ചില സമയങ്ങളിൽ നമുക്ക് വാതിൽ തുറന്നു കിടക്കാൻ ഉണ്ട്. ഓരോ പിരീഡുകളുണ്ട്. പിരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നുലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനു മുന്നേ നീ പിരീഡിനുള്ളിൽ നിന്റെ ജീവിതത്തിന്റെ പിരീഡുണ്ട്, നിന്റെ ജീവിതത്തിന്റെ സന്ധ്യയുണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഉഷസ്സുണ്ട്. ഇതിൽ നീ കയറിയിരിക്കണം. അവിടെ കയറാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല. നോഹ കുടുംബത്തിനും മാത്രമേ പെട്ടകത്തിൽ 8 പേർ രക്ഷ പ്രാപിച്ചു. അത് സ്ഥാനത്തിനൊരു മുൻകുറി എന്ന് പറഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെയും കാലത്ത് സംഭവിക്കും. ഇതാണ് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ ഇന്നും ആ ഒരു ന്യായവിധി ഈ ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കർത്താവ് പറഞ്ഞ ഒരു കാര്യങ്ങളും നിറവേറാതിരുന്നിട്ടില്ല. എല്ലാം നിറവേറിയിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. ഞാൻ എൻ്റെ ചിന്തയിലേക്ക് മനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യരത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ പെട്ടകത്തിൽ ആരൊക്കെ കയറിയില്ല? കുറെ ഗണം 8 പേര് മാത്രമേ കയറിയുള്ളൂ. സകലർക്കും കയറുവാൻ നോഹപ്പച്ചൻ റെഡിയാക്കി വെച്ചിരുന്നു. അതുണ്ടാക്കിയ ആ ബോട്ട് ഉണ്ടാക്കിയ ആ ഷിപ്പ് ഉണ്ടാക്കിയ ആ എഞ്ചിനീയർമാർ വരെയും അതിന് കയറിയിൽ അവനെ പരിഹസിക്കുവാൻ ഇടയായി തീർന്നു. പെട്ടകത്തിന്റെ വാതിലടച്ചത് നോഹയല്ല. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. ചില വാതിലുകൾ അടയാൻ പോകുന്നു. കൃപയുടെ വാതിലടയാൻ പോകുന്നു. നീ യേശുവിങ്കിലേക്ക് ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധാത്മാവ് എന്ന ദൈവം നിങ്ങളിൽ വസിക്കുക. കർത്താവിന് പദ്ധതിയുണ്ട്. അവിടെ പറയുന്നത്, മനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ഈ പെട്ടകത്തിൽ അതിൻ്റെ 7:21 ഉൽപ്പത്തി പുസ്തകം 7:21 സകല പൂജര ജന്തുക്കളും സകല ജഡവും ചത്ത ലിസ്റ്റിലാണ് പെട്ടത്. കണ്ട, സകല ജഡവും ചത്തുപോയി. എങ്ങനെ ചത്തുപോവുക? ഒരു മനുഷ്യൻ മരിക്കുകയില്ല. ഒരു മൃഗം എപ്പോഴും ചത്ത് പോയെന്നേ പറയുള്ളൂ. ഒരു രാജാവാണെങ്കിൽ എന്തു പറയും? രാജാവ് നാട് നീങ്ങി. ഒരു മന്ത്രിയാണെങ്കിൽ അന്തരിച്ചു. മറ്റുള്ളവർക്ക് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നിബന്ധനായി, നിര്യാതനായി, അങ്ങനെ എന്തെന്നാണ്, ബാബമാരാണെങ്കിൽ പറയും കാലം ചെയ്തു. ഓരോ വ്യവസ്ഥയുണ്ട്. എന്നാ ഒരു പട്ടിയാണെങ്കിൽ എന്തു പറ്റും? ചത്തുപോയി. എന്തുകൊണ്ട് നാട് നീങ്ങുന്നില്ല? നാട്ടം വെക്കുമ്പോൾ നാട്ടുകാർ നിൽക്കും. ഇതാണ് അവസ്ഥ. അപ്പോ നോഹയുടെ പെട്ടകത്തിൽ കയറാത്തവനെല്ലാവരും ചത്ത ലിസ്റ്റിലാണ്. അവിടെ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ മടങ്ങി വരേണ്ടത് മടങ്ങി വരുവാൻ. ഞാൻ ആരാണ്? 1 കൊരിന്ത്യർ 1:3 പറയുന്നുണ്ട്. 16:3 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പലരുടെ നാശത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പലരുടെ നാശത്തിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നതായ പ്രക്രിയകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് കളയണം. നീ ആരാണ്? നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. ഈ ദൈവത്തിന്റെ മനുഷ്യനായി നീ എപ്പോഴും നിലനിൽക്കണം. പൗലോസ് പറയുന്നത് വാക്യം ഒന്നുകൂടെ പറയാണ്, നീ ആരാ?
ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. നീതി, ഭക്തി, വിശ്വാസം. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധിയല്ലയോ? ദൈവം വസിക്കുന്നത് ഈ ആലയത്തിലാണ്. ഈ ആലയത്തിൽ നീ പുകയിടയം പാടില്ല. ഈ ആലയത്തിൽ മറ്റുള്ള ലഹരി മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. ഈ ആലയത്തിൽ ദൈവം വസിക്കുകയില്ല. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്ന, കൈകൊണ്ടുണ്ടാക്കി വെച്ച ഒരു ക്ഷേത്രത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനുഷ്യനാണ് നാം. ആ മനുഷ്യനാണ് ദൈവം വാസം ചെയ്യുന്നത്. ഇതിൽ നീ അശുദ്ധി വരുത്തരുത്. ഇതിൽ നീ മറ്റുള്ള ക്രിയകൾ ചെയ്യരുത്. ഇവിടെ ആരാണ് വസിക്കുന്നത്? സർവശക്തനായ ദൈവമാണ്. സകലത്തെ ഉണ്ടാക്കിയവൻ, സർവത്തിൻ്റെയും അടിസ്ഥാനമിട്ടവൻ, ആകാശത്തെ തൻ്റെ കൈകളാൽ വിരിച്ചവനാണ്. ഹല്ലേലൂയ. പകൽ പാർക്കുവാൻ എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം നിന്റെ ഈ ആലയത്തിലാണ് വസിക്കുന്നത്. നീ കൈകൊണ്ടുണ്ടാക്കിയ ആലയത്തിലല്ല. ദൈവം വസിക്കുന്നത് ഈ ആലയത്തിലാണ്. ഈ ആലയത്തിൽ അശുദ്ധിയായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശുദ്ധിക്കായി നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ ഈ ആലയത്തെ നശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ആലയത്തെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ എൻ്റെ ആലയത്തിൽ സർവശക്തനായ കർത്താവ് എൻ്റെ ആലയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ നീ എന്ന് ആത്മാർത്ഥതയായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് വസിക്കാൻ പറ്റാത്തത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ കർത്താവേ എന്നെ വിടുവിക്കണമെന്ന് നീ പരമാർത്ഥ ഹൃദയത്തോട് പറഞ്ഞാൽ അവൻ നിന്റെ ആലയത്തിൽ വരും. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സക്കായിയെ ഇറങ്ങി വരുവീൻ. ഹാലേലുയ. ചുങ്കക്കാരനായ സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് വന്നെങ്കിൽ ഹാലേലുയ നിന്റെ ഭവനത്തിലും കർത്താവ് വരുവാനിരിക്കും. കർത്താവിൻ്റെ ഹൃദയം നീ കൊടുക്കുക. കർത്താവ് ചുങ്കക്കാരനായ സക്കായിയോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കും. ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ നിനക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.